Hi dear students, welcome back to our new video class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിസിനസ്സിൻ്റെ പ്രത്യേകതകൾ, ഇൻഡസ്ട്രി, ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് കൊമേഴ്സ്? Commerce is concerned with the buying, selling and distribution of commodities, and it is an organized system of exchange of goods and services in between the businessman and the consumers. ബിസിനസ്മാനും കൺസ്യൂമേഴ്സും അവരുടെ കയ്യിലുള്ള ഗുഡ്സ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ സർവീസസ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റമാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിൽ ബയ്യിങ്ങും സെല്ലിങ്ങും ഡിസ്ട്രിബ്യൂഷനും ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് കൊമേഴ്സിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കൺസേൺഡ് വിത്ത് ദ മാർക്കറ്റിംഗ് ആസ്പെക്റ്റ് ഓഫ് ബിസിനസ്. ഇതൊരു മാർക്കറ്റിംഗ് ആസ്പെക്ട്സ് ആണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. സപ്ലൈ ഓഫ് റൈറ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ടു ദ റൈറ്റ് പേഴ്സൺ. എന്താണ് ഗുഡ്സിൻ്റെ സപ്ലൈ? കറക്റ്റായിട്ടുള്ള ഗുഡ്സ് കറക്റ്റായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു കൊമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അറ്റ് ദ റൈറ്റ് ടൈം, കറക്റ്റ് സമയത്ത് എത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ആൻഡ് അറ്റ് ദ റൈറ്റ് പ്ലേസ്, കറക്റ്റ് സ്ഥലത്ത് എവിടെയാണോ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് അവിടെ എത്തുക എന്നുള്ളതാണ് ഒരു കൊമേഴ്സിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. Those commerce include trade and aids to trade. ട്രേഡ് രണ്ട് കാര്യങ്ങളാണ് കൊമേഴ്സിലുള്ളത്. ഒന്ന് ട്രേഡും മറ്റൊന്ന് എയ്ഡ്സ് ടു ട്രേഡ്, ട്രേഡിനെ സഹായിക്കുന്ന ഘടകങ്ങളും. ഈ രണ്ട് കാര്യങ്ങൾ അടങ്ങിയതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സിൻ്റെ ഡെഫിനേഷനാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. കൊമേഴ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് the sum total of all those activities which are involved in the removal of hindrance in the process of exchange of goods. ഒരു ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ആ തടസ്സങ്ങളെല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ സം ടോട്ടലിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ നേരിടും. ആ തടസ്സങ്ങളെല്ലാം റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം എന്താണ്? കൊമേഴ്സാണ്. അതാണ് കൊമേഴ്സിൻ്റെ ഡെഫിനിഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തതായി നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സാണ്. എന്തെല്ലാമാണ് കൊമേഴ്സിൻ്റെ ഫങ്ഷൻസ്? ഒന്നാമത്തതാണ് റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ. നമ്മൾ നേരത്തെ ഒരു ഹിൻഡ്രൻസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? നമ്മൾ ഒരു ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നേരിടുന്ന തടസ്സങ്ങൾ. അപ്പോൾ ഒരുപാട് തരത്തിൽ നമ്മൾ തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ആ തടസ്സങ്ങളെ നമ്മൾ റിമൂവ് ചെയ്യലാണ് ഇവിടെ നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു റിമൂവൽ? ഏതെല്ലാം തടസ്സങ്ങളാണ്? അപ്പോൾ ഒന്നാമത്തേതാണ് റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ. പേഴ്സൺ എന്ന് പറയുന്ന ഒരു തടസ്സം അതെങ്ങനെയാണ് വരുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ ലാക്ക് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഇടയിൽ എന്താണ്? ഇവർ രണ്ടുപേർ ഒന്ന് ആവശ്യക്കാരാണ്, ഒന്ന് അത് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. ഈ രണ്ടാളുകളുടെയും ഇടയിൽ ഒരു എന്താണ്? ഒരു ഇടനിലക്കാരനായിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു കൊമേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുന്നതിലൂടെ ഈ ഒരു ഹിൻഡ്രൻസ് അവിടെ ഇല്ലാതാവുന്നു. അതാണ് ഒന്നാമത്തെ ഒരു ഫങ്ഷനായി പറയുന്നത്. പ്രൊഡ്യൂസേഴ്സിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും ഇടയിലുള്ള ആ ഒരു തടസ്സം എന്താണ്? ഇതിനിടയിൽ ഒരുപാട് ആളുകളെ ആവശ്യം വരും. കസ്റ്റമേഴ്സിന് നേരിട്ട് പോയി ഫാക്ടറിയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് വന്നു ചേരുന്നുണ്ട്. ആ കാര്യങ്ങളെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. It is a common problem that the producers and the customers are distant place. Hence, the commodities should be transferred from the production centers to the hands of customers.
ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹിൻഡ്രൻസ് എന്താണ്, പ്ലേസ് എന്ന് പറയുന്ന ഹിൻഡ്രൻസ് അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്, മറ്റൊരു സ്ഥലത്താണ് ഫാക്ടറി അല്ലെങ്കിൽ ഷോപ്പ്. ഇതിനിടയിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മളുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിലൂടെ ഈ പ്ലേസ് എന്ന് പറയുന്ന ഹിൻഡ്രൻസിനെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്. Goods and properties of business are subject to various risk as fire, theft, etc. ഇവിടെ ഒരുപാട് റിസ്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരിടേണ്ടി വരുന്നുണ്ട്. ഫയർ, തെഫ്റ്റ്, ഡാമേജ് പോലെയുള്ള റിസ്കുകൾ ഒരു ട്രേഡിംഗ് നടക്കുന്ന സമയത്ത്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നടത്തുന്ന സമയത്ത് നേരിടേണ്ടി വരുന്നുണ്ട്. ഈ സമയത്ത് ആൻഡ് ദേ ഹാവ് ടു ബി പ്രൊട്ടക്റ്റഡ് ബൈ ദ എൻഷുറിങ് ദ ഗുഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. ഈ പറയുന്ന ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് എന്ന് പറയുന്നതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന ഇൻഷുർ ചെയ്യുന്നതിലൂടെ. നമ്മുടെ ഗുഡ്സും പ്രോപ്പർട്ടീസും എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് എടുക്കുന്നു. അതിലൂടെ ഈ ഒരു ഹിൻഡ്രൻസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതും എന്താണ്, ഈ ഒരു ട്രേഡിൻ്റെ ഈ ഒരു കൊമേഴ്സിൻ്റെ ഒരു ഫങ്ഷനായിട്ട് വരുന്നതാണ്. ഇനി നെക്സ്റ്റ് ആണ് റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് ടൈം. ടൈം എന്ന് പറയുന്നത് ഒരു ഹിൻഡ്രൻസ് ആണ്. എന്താണ്, നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എപ്പോഴാണോ ഒരു ഗുഡ്സ് ആവശ്യം വരുന്നത് ആ സമയത്ത് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അത് സമയം കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗത്തിൽ പെടില്ല. അപ്പോൾ നമുക്ക് ആ സമയം എന്ന് പറയുന്ന ഒരു ഹിൻഡ്രൻസ്, അതിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ദർ മേ ബി എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ആസ് ദ പ്രൊഡക്ഷൻ ക്യാരിഡ് ഔട്ട് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഈ ഒരു പ്രൊഡക്ഷനും കൺസംഷനും തമ്മിൽ വളരെയധികം ഗ്യാപ്പ് സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഗ്യാപ്പ് നമുക്ക് ഒഴിവാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യമേ ഫ്യൂച്ചർ ഡിമാൻഡ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഒരു ഹിൻഡ്രൻസ് ഓഫ് ടൈം എന്ന് പറയുന്ന ആ ഒരു ഹിൻഡ്രൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് നോളജ്. ഈ ഹിൻഡ്രൻസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചു, ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷനും നമ്മുടെ കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഹിൻഡ്രൻസിനെ നമ്മൾ റിമൂവ് ചെയ്യണം. എങ്ങനെ റിമൂവ് ചെയ്യും? അഡ്വർടൈസിങ് ഹെൽപ്പ് ഇൻ ദ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് നോളജ് എമംഗ് ബയേഴ്സ്. ബയേഴ്സിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്വർടൈസിങ് കൊടുക്കുന്നതിലൂടെ നോളജ് എന്ന് പറയുന്ന ആ ഒരു ഹിൻഡ്രൻസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എങ്ങനെ? പരസ്യം കൊടുക്കുന്നതിലൂടെ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ജനങ്ങൾക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിലൂടെ ആ ഒരു നോളജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നോളജ് കസ്റ്റമേഴ്സിന് ലഭിക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, സെയിൽ നടക്കുന്നു. ഇനി അടുത്ത ഒരു 6ാമത്തെ പോയിന്റ് പറയുന്നതാണ് റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ്. ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു തടസ്സങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. അത് റിമൂവ് ചെയ്യലാണ് മറ്റൊരു ഫംഗ്ഷനായി പറയുന്നത്. ദ പ്രോബ്ലം ഓഫ് ഫിനാൻസ് ക്യാൻ ബി ഹാൻഡിൽഡ് ബൈ ബാങ്ക് വിച്ച് ഫോം പാർട്ട് ഓഫ് കൊമേഴ്സ്. ഇവിടെ നമ്മൾ ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പ്രോബ്ലം ഓഫ് ഫിനാൻസിന് നമ്മൾ കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ എന്താണ്? ബാങ്ക് അല്ലേ? ബാങ്കിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് റൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, ലോൺ ലഭിക്കുന്നുണ്ട്. അതിലൂടെ ഈ ഫിനാൻസ് എന്ന് പറയുന്ന ഹിൻഡ്രൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ 6 കാര്യങ്ങളാണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സിൽ പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് പറയുന്നതാണ് ട്രേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു കൊമേഴ്സ് എന്ന് പറയുന്നത് കൊമേഴ്സ് ഈക്വൽ ടു ട്രേഡ് പ്ലസ് എയ്ഡ്സ് ടു ട്രേഡ്. കൊമേഴ്സ് എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ അടങ്ങിയതാണ്. ഒന്ന് എന്താണ്, ട്രേഡും, മറ്റൊന്ന് എയ്ഡ്സ് ടു ട്രേഡും. അപ്പോൾ എന്താണ് ട്രേഡ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ട്രേഡ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് വിച്ച് ഇൻവോൾവ് ദ എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ് ഫോർ മണി ഓർ മണീസ് വർത്ത്. പണമോ പണത്തിൻ്റെ മൂല്യമുള്ളതോ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുക. അത് വാങ്ങലോ വിൽക്കലോ ആകാം. എന്ത് ചെയ്യാം, ആ ഗുഡ്സിൻ്റെ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ട്രേഡ്. എന്ത്, വാങ്ങലും വിൽക്കലും, ഗുഡ്സിൻ്റെ വാങ്ങലും വിൽക്കുന്നതിനെയും നമുക്ക് എന്ത് വിളിക്കാം, ട്രേഡ് എന്ന് വിളിക്കാം. ഇതെന്തിനു പകരം ഒരു പണത്തിൻ്റെ മൂല്യമുള്ള ഗുഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പണമോ പണത്തിന് മൂല്യമുള്ളതോ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്ചേഞ്ച് നടത്താൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതാണ് ടൈപ്സ് ഓഫ് ട്രേഡ്. വ്യത്യസ്ത തരത്തിലുള്ള ട്രേഡുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെയാണ്?
ഫസ്റ്റ് വൺ ഈസ് ഹോം ട്രേഡ്. എന്താണ് ഹോം ട്രേഡ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡൊമസ്റ്റിക് ട്രേഡ് ഓർ ഇന്റേണൽ ട്രേഡ്. ഡൊമസ്റ്റിക് ട്രേഡ് എന്നും ഇന്റേണൽ ട്രേഡ് എന്നും ഇതിനെ നമുക്ക് വിളിക്കാൻ സാധിക്കും. ഇറ്റ് മീൻസ് ദാറ്റ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് വിത്തിൻ ദ കൺട്രി ആൻഡ് ബോത്ത് ദ ബയ്യർ ആൻഡ് സെല്ലർ ഷുഡ് ബിലോങ് ദ സെയിം നേഷൻ. ഹോം ട്രേഡ് ഈസ് ഓഫ് ടു ടൈപ്സ്. ഹോം ട്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള സെല്ലേഴ്സും ബയ്യേഴ്സും പരസ്പരം എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക എന്നുള്ള പ്രോസസ്സിനെ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഹോം ട്രേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഉള്ള പ്രൊഡക്റ്റ്, ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ രാജ്യത്തുള്ള ബയ്യേഴ്സ് തന്നെ എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു. അതിനെയാണ് നമ്മൾ ഹോം ട്രേഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടായി നമുക്ക് തരംതിരിക്കാം. ഹോൾസെയിൽ ട്രേഡ് എന്നും റീറ്റെയിൽ ട്രേഡ് എന്നും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്താണ് ഹോൾസെയിൽ ട്രേഡ്? ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ഹോൾസെയിൽ ട്രേഡിൻ്റെ പ്രത്യേകത ലാർജ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും അവിടെ എക്സ്ചേഞ്ച് നടക്കുന്നത്. A wholesaler buy goods directly from the producers and sell them to retailers. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഹോൾസെയിലേഴ്സ് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും ബൾക്ക് എമൗണ്ട്, ബൾക്ക് ക്വാണ്ടിറ്റി ഗുഡ്സ് എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു. ആ വാങ്ങിയ ഗുഡ്സ് കൺസ്യൂമേഴ്സിനല്ല കൊടുക്കുന്നത്, റീറ്റെയിലേഴ്സിന് എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. അതാണ് ഹോൾസെയിൽ ട്രേഡിൻ്റെ പ്രത്യേകത. എന്താണ് റീറ്റെയിൽ ട്രേഡ്? ഇറ്റ് ഇൻവോൾവ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ആൻഡ് റീറ്റെയിൽ ട്രേഡർ ബൈ ദ ഗുഡ്സ് ഫ്രം ദി ഹോൾസെയിലേഴ്സ് ആൻഡ് സെൽ ദം ടു ദ കസ്റ്റമേഴ്സ്. ഹോൾസെയിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റീറ്റെയിൽ ട്രേഡേഴ്സ് കുറച്ച് ക്വാണ്ടിറ്റി ഗുഡ്സ് വാങ്ങുന്നു. അതെന്ത് ചെയ്യുന്നു? കൺസ്യൂമേഴ്സിന്, കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നു? വിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി റീറ്റെയിലേഴ്സിന് വിൽക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇത് ആണ് രണ്ട് ക്ലാസിഫിക്കേഷൻ, ഹോം ട്രേഡിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് ആണ് ഫോറിൻ ട്രേഡ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഫോറിൻ ട്രേഡ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്റ്റേണൽ ട്രേഡ് ഓർ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡ് എന്നും എക്സ്റ്റേണൽ ട്രേഡ് എന്നും ഇതിനെ നമുക്ക് വിളിക്കാൻ സാധിക്കും. ഇറ്റ് ഇൻവോൾവ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ബിറ്റ്വീൻ ദ പേഴ്സൺ ബിലോങ്ങിങ് ടു ടു ഓർ മോർ കൺട്രീസ്. രണ്ടോ അതിലധികമോ രാജ്യത്തേക്ക് നമ്മുടെ ഗുഡ്സോ സർവീസസിനെയോ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഡിഫറെൻറ്റ് കൺട്രീസ് തമ്മിലായിരിക്കും. അത് വാങ്ങലാകാം, വിൽക്കലാകാം. ഇത് എന്താണ്? ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള പേഴ്സൺസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനാണ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോറിൻ ട്രേഡ് ഈസ് ഓഫ് ഫോളോയിങ് ടൈപ്സ്. ഫോറിൻ ട്രേഡ് 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എക്സ്പോർട്ട് ട്രേഡ്. എന്താണ് എക്സ്പോർട്ട് ട്രേഡ്? ഇറ്റ് ഇംപ്ലൈസ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ടു ഫോറിൻ കൺട്രീസ്. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലുള്ള ഗുഡ്സ് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. അതിനെയാണ് എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. എന്താണ് സെക്കൻഡ് പോയിന്റ്? ഇമ്പോർട്ട് ട്രേഡ് എന്താണ്? വാട്ട് ഈസ് ഇമ്പോർട്ട് ട്രേഡ്? ഇറ്റ് റെഫേഴ്സ് ടു ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇമ്പോർട്ട് ട്രേഡ്. ഇനി മൂന്നാമത്തതാണ് എൻട്രപോർട്ട് ട്രേഡ്. എന്താണ് എൻട്രപോർട്ട് ട്രേഡ്? ഇറ്റ് മീൻസ് ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ഫ്രം വൺ കൺട്രീസ് ഫോർ ദി പർപ്പസ് ഓഫ് എക്സ്പോർട്ടിംഗ് ദം ടു സം അതർ കൺട്രീസ്. നമ്മളൊരു മറ്റു രാജ്യത്തിൽ നിന്നും ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഈ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് ചെയ്യുന്നു. അതിനർത്ഥം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് നമ്മുടെ രാജ്യത്തുള്ള കൺസ്യൂമേഴ്സിന് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. പകരം ആ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് നേരിട്ട് അടുത്ത രാജ്യത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് ചെയ്യുന്നു. അതാണ് എൻട്രാപോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ടാക്സ് ചില രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? കുറച്ച് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ദുബായ് എന്ന് പറയുന്ന രാജ്യം, ചൈന എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഈ 3 രാജ്യമുണ്ട്. ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ 2 രാജ്യത്തിനും 2 താരിഫാണ് എങ്കിൽ, ഈ ടാക്സ് ആണ് എങ്കിൽ,
ദുബായിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ടാക്സ് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ചൈനയിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ദുബായിലേക്ക് എന്ത് ചെയ്യുന്നു, ആദ്യം ദുബായിലേക്ക് എത്തിക്കുന്നു, ദുബായിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. ഇതിലൂടെ എന്ത് ചെയ്യുന്നു, ഇവിടെ നടക്കുന്ന എന്താണ്, ദുബായ് എന്ന് പറയുന്ന രാജ്യത്തുള്ള ഹോസ്റ്റ് കൺട്രി ആയിട്ടുള്ള ഈ ദുബായ് എന്ന് പറയുന്ന രാജ്യത്തെ ഒരു ബിസിനസ് പേഴ്സൺ എന്താ ചെയ്യുന്നത്, ചൈനയിൽ നിന്നും സാധനം വാങ്ങി ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ദുബായ് എന്ന് പറയുന്ന രാജ്യത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റൊരു രാജ്യം ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ടാണ് ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തത്. അങ്ങനെയുള്ള ട്രേഡിനെയാണ് നമ്മൾ എൻട്രപോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടൈപ്സ് ഓഫ് ട്രേഡിൽ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നതാണ് എയ്ഡ്സ് ടു ട്രേഡ് അഥവാ ഓക്സിലറീസ് ടു ട്രേഡ്. ട്രേഡിനെ സഹായിക്കുന്ന ഘടകങ്ങൾ, the activities which assist the trade are called aids to trade. എന്താണ്, ട്രേഡിനെ സഹായിക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ്. ഈ രണ്ട് പേരിലും ഇതിനെ അറിയപ്പെടും. ഏതൊക്കെയാണ് ഈ കാര്യങ്ങൾ, ഏതൊക്കെയാണ് ഈ ആക്ടിവിറ്റീസുകൾ? ഒന്ന് ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസിങ്, അഡ്വർടൈസിങ് എക്സെട്ര. ഈ കാര്യങ്ങളൊക്കെ ട്രേഡിൻ്റെ ഭാഗമാണ്. എങ്ങനെയാണ് ഭാഗമാവുന്നത്? ഇതെല്ലാം ട്രേഡിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് ഇതും കൂടിയതാണ് എന്ത്, കൊമേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ട്രേഡും എയ്ഡ്സ് ട്രേഡും കൂടിയതാണ് എന്ത്, കൊമേഴ്സ്. These service enterprises facilitate മൂവ്മെൻറ്റ്, സ്റ്റോറേജ്, ഫിനാൻസ്, റിസ്ക്, കവറേജ്, സെയിൽസ്, പ്രൊമോഷൻ ഓഫ് ഗുഡ്സ്. ഈ പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ഹിൻഡ്രൻസ് അല്ലേ, എന്തൊക്കെ, മൂവ്മെൻറ്റ് അഥവാ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കാനാണ് എന്ത്, ട്രാൻസ്പോർട്ടേഷൻ. അതുപോലെ തന്നെ സ്റ്റോറേജ് അല്ലേ, നമുക്ക് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ഫെസിലിറ്റിക്കാണ്, ബാങ്കിങ് എന്ന് പറയുന്നത് ഫിനാൻസ് ഫെസിലിറ്റിക്കാണ്, ഇൻഷുറൻസ് എന്ന് പറയുന്നത് റിസ്ക് കവറേജിനാണ്, അതുപോലെ തന്നെ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് എന്തിനാണ്, സെയിൽസ് പ്രൊമോഷനാണ്. ഇത് ഓരോന്നും നമുക്ക് എന്താ നോക്കാം. ഫസ്റ്റ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. യൂഷ്വലി ദ പ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് in certain location and the consumption all over the country. For instance, tea is produced in Kerala and Assam, jute in West Bengal. Here there is an obstacle or barrier of place. This is removed by the transport through various modes of such as road, rail, water transport etc. ഇവിടെ നമുക്കറിയാം ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ടീ. അതുപോലെ തന്നെ ആസാമിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിലാണ് ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ ഇത് എത്തിക്കുക എന്നുള്ളത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ മറ്റു രാജ്യങ്ങളിലേക്ക്, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു റിസ്ക്കാണ്. ഈ റിസ്കിനെ അല്ലെങ്കിൽ ഈ ഒരു ഹിൻഡ്രൻസിനെ നമ്മൾ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രാൻസ്പോർട്ടിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും ഈ ഒരു ഒബ്സ്റ്റക്കിളിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അത് റോഡ് വൈസ് ആകാം, റെയിൽവേസ് ആകാം, വാട്ടർ ട്രാൻസ്പോർട്ട് ആകാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു എയ്ഡ്സ് ട്രേഡ് എന്താണ്? ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഓൾ ബിസിനസ് കൺസേൺ നീഡ് ഫണ്ട് ഫോർ അക്വയറിങ് അസറ്റ്. ഇവിടെ എന്ത് ചെയ്യുന്നു, അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫണ്ട് വേണ്ടി വരും, റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ ഫണ്ട് വേണ്ടി വരും, എന്താണ്, അതുപോലെ തന്നെ ഡേ ടു ഡേ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് വേണ്ടി വരും. ഈ ഫണ്ടിനെയെല്ലാം നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് എന്തിനെയാണ്? ബാങ്കിങ്ങിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഫിനാൻസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ബിസിനസ് പ്രൊവൈഡഡ് ബൈ ദ ബാങ്ക്. ഈ ഒരു ബാങ്കാണ് നമുക്ക് ഈ പറയുന്ന ഫിനാൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഫൗണ്ടേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്കാണ്. ദ ബാങ്ക് ആക്സെപ്റ്റ് ദ ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് ആൻഡ് പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഫോർ ബാങ്ക്. ബാങ്കിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബാങ്കിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ട് ആ ഡെപ്പോസിറ്റ് എന്ത് ചെയ്യുന്നു? ഈ പറയപ്പെടുന്ന ബിസിനസ് പോലെയുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ബിസിനസ്സിന് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നു. They generally lend money by providing overdraft, cash credit facilities and loan. ഇവിടെ ഈ പറയുന്ന ബാങ്കിങ് സർവീസസുകൾ ഒരുപാട് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ക്യാഷ് ക്രെഡിറ്റ്, ലോണ്, അഡ്വാൻസ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് പോലെയുള്ള സർവീസസുകൾ എന്ത് ചെയ്യുന്നു? ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ബിസൈഡ്സ് ദേ അണ്ടർടേക്ക് കളക്ഷൻ ഓഫ് ചെക്ക്, റെമിറ്റൻസ്,
ഫെസിലിറ്റീസ്, വേരിയസ് അതർ സർവീസസ് ടു ദ ബിസിനസ് കമ്മ്യൂണിറ്റി. ഇതുകൂടാതെ എന്ത് ചെയ്യുന്നു, കളക്ഷൻ ഓഫ് ചെക്ക്, റെമിറ്റൻസ് ഫെസിലിറ്റീസ്, മറ്റു സർവീസസുകളെല്ലാം എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ബിസിനസ്സിന് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേതാണ് ഇൻഷുറൻസ്. ഇൻ ഇൻഷുറൻസ് there are a lot of chances of risk such as damage to property and human resources such as fire, earthquake, theft, damage of goods in stock and transit. ഇവിടെ നമ്മൾ ബിസിനസ് നേരിടേണ്ട വരുന്ന റിസ്കുകളാണ് ഫയറിലൂടെ, ഭൂകമ്പത്തിലൂടെ, കവർച്ചയിലൂടെ, മറ്റു നാശനഷ്ടങ്ങളിലൂടെ നമ്മുടെ എംപ്ലോയീസിനും അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിക്കും നമ്മുടെ ഗുഡ്സിനും എല്ലാം നഷ്ടം സംഭവിക്കും. ഇതൊരു വലിയൊരു റിസ്ക്കാണ്. അപ്പോൾ ഈ ഒരു റിസ്കിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഷുറൻസ് ഹാസ് ബീൻ എമേർജ്ഡ് ഫോർ ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് ദിസ് നീഡ്സ്. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. ഓൺ ദി പേയ്മെൻറ്റ് ഓഫ് നോമിനൽ എമൗണ്ട് കോൾഡ് പ്രീമിയം. ഇങ്ങനെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഓരോ വർഷത്തിലും നമ്മൾ എന്ത് ചെയ്യും, ഒരു നോമിനൽ എമൗണ്ട്, ഒരു ചെറിയ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അടക്കുന്നു. ദ എമൗണ്ട് ഓഫ് ലോസ് ഓർ ഡാമേജ് ഈസ് കോമ്പൻസേറ്റഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി. അങ്ങനെ അടക്കുന്ന സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് കമ്പനി ഈ പറയപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യലാണ് ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്നത്. ഇനി അടുത്തതാണ് വെയർ ഹൗസിങ്. വെയർ ഹൗസിങ് എന്താണ്? പ്രൊഡക്ഷൻ ഈസ് ഓൾവേസ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്. ഫ്യൂച്ചർ ഡിമാൻഡ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ ദാറ്റ് ദ പ്രൊഡക്റ്റ് ആർ ടു ബി കെപ്റ്റ് ഇൻ ഗുഡ്സ് കണ്ടീഷൻ അൺടിൽ ദേ ആർ സോൾഡ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചർ ഡിമാൻഡ് അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽക്കുന്നത് വരെ ആ ഒരു ഗുഡ്സ് നല്ല കണ്ടീഷനിലായിരിക്കണം. ഇങ്ങനെ നല്ല കണ്ടീഷനിലാവണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഒരു വെയർ ഹൗസ് സിസ്റ്റം ഉണ്ടായിരിക്കണം. സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ഈസ് ഡൺ ബൈ ദ വെയർ ഹൗസ്. ഇവിടെ വെയർ ഹൗസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോറേജ് നടത്തുന്നത്. സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് ഫോർ ദിസ് പർപ്പസ്. പ്രത്യേകം ഇങ്ങനെയുള്ള ഗുഡ്സുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഈ ഒരു വെയർ ഹൗസിങ് നമ്മൾ ഉണ്ടാക്കുന്നത്. ദേ ഫെസിലിറ്റേറ്റ് ദ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് വെൻ റിക്വയർഡ്. ഇത് ആവശ്യം വരുന്ന സമയത്ത് ഈ ഫെസിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേടിയെടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്നു. ദോസ് വെയർ ഹൗസിങ് സ്റ്റെബിലൈസ് ദ പ്രൈസ് ബൈ ഈക്വലൈസിങ് സപ്ലൈസ്. ഇങ്ങനെയുള്ള വെയർ ഹൗസിങ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രൈസിങ് ഒരു ഈക്വലൈസിങ് ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ നമുക്ക് സാധിക്കുന്നു. കാരണം എന്താണ്, നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എല്ലാ സമയവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എപ്പോഴാണോ ഡിമാൻഡ് കൂടുന്നത് ആ സമയത്ത് നമ്മൾ വെയർ ഹൗസിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഗുഡ്സ് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുന്നു. ഡിമാൻഡിലുള്ള സാധനങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും ഒരുപോലെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണെങ്കിൽ എന്ത് ചെയ്യുന്നു, പ്രൈസ് ചേഞ്ചസ് വരുന്നു. നേരെ തിരിച്ച് സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവാണെങ്കിലും എന്ത് ചെയ്യുന്നു, സപ്ലൈ ഈ പ്രൈസിങ്ങിൽ മാറ്റങ്ങൾ വരുന്നു. അടുത്തതാണ് അഡ്വർടൈസിങ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിവൈസ് ഫോർ ദി പ്രൊമോട്ടിംഗ് സെയിൽസ്. സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക് ടു റീച്ച് മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ്. മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടാസ്ക് അല്ല എന്നാണ് പറയുന്നത്. ദെയർഫോർ പ്രൊമോട്ടിംഗ് സെയിൽസ് ഇൻഫർമേഷൻ അബൌട്ട് പ്രൊഡക്റ്റ് മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ ടു ദ പൊട്ടൻഷ്യൽ ബയേഴ്സ് ത്രൂ അഡ്വർടൈസിങ്. ഇങ്ങനെയുള്ള മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്താണ്, അഡ്വർടൈസിങ് ആണ്. അഡ്വർടൈസിങ്ങിലൂടെയാണ് ഈ ഒരു ഹിൻഡ്രൻസിനെ നമ്മൾ ഓവർകം ചെയ്യുന്നത്. ദോസ് അഡ്വർടൈസിങ് മേക്ക് പോസിബിൾ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ലാർജ് സ്കെയിൽ. ഇങ്ങനെ അഡ്വർടൈസിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മുടെ ഗുഡ്സ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. വലിയ അളവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.